Hello, എന്നോട് വിശേഷം. വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ ട്രെയിനിങ് സെന്റർ. എൻ്റെ പേര് ജോമോൻ പി ജോൺ. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് OET റോൾ പ്ലേ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ റോൾ പ്ലേ ഒക്കെ എഴുതി കുഴപ്പി നിങ്ങൾക്ക് കിട്ടുന്നില്ല, അങ്ങോട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. മാത്രമല്ല നിങ്ങൾക്ക് റോൾ പ്ലേയുടെ സ്കോർ കൂട്ടണമെങ്കിൽ, നിങ്ങളുടെ മാർക്കുകൾ കൂട്ടണമെങ്കിൽ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. അപ്പം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റവും സ്പീഡിൽ ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. OET എങ്ങനെ പാസ്സാകണമെന്നൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് മാത്രം പോരാ, ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. മാർക്ക് കിട്ടണമെങ്കിൽ 9 ബാൻഡ് സ്കോർ കിട്ടണമെങ്കിൽ 9 ക്രൈറ്റീരിയ OETയുടെ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. അപ്പോൾ ഇതിൻ്റെ അതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പർട്ടിക്കുലർ റോൾ പ്ലേ എടുത്തിട്ട് അതെങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുകയാണ്. അതുപോലെ നിങ്ങളത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ബാൻഡ് സ്കോർ കിട്ടും, നല്ല ഗ്രേഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റോൾ പ്ലേയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും റോൾ പ്ലേ. അപ്പോൾ അതിൽ നോക്കി നിങ്ങളും പ്രാക്ടീസ് ചെയ്യുക എൻ്റെ കൂടെ. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം കാൻഡിഡേറ്റ് റോൾ പ്ലേ കാർഡ്, നഴ്സ് സെറ്റിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. എന്നിട്ട് നമ്മൾ അടുത്ത പാരഗ്രാഫ് വായിക്കാൻ പോകുന്നത്. ഈ പാരഗ്രാഫാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. ഇവിടെയാണ് ഒരു ക്രൈറ്റീരിയൻ വരുന്നത്. ഏത് ക്രൈറ്റീരിയനാണ് വരുന്നത്? ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയക്കകത്തിലെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയൻ ഇവിടെയാണ് വരുന്നത്. അവിടെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ ദി ഇമ്പാക്ട് ഓഫ് യുവർ ചോയ്സ് ഓഫ് ഓപ്പണിംഗ് ടു ദ കോൺവെർസേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് എംപതി ആൻഡ് റെസ്പെക്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് റോൾ പ്ലേ തുടങ്ങുന്നത്, ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ്, ഹൗ യു ബിൽഡ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യൻറ്റ്, ദ ഇമ്പാക്ട് ഓഫ് ദ ചോയ്സ് ഓഫ് ഓപ്പണിംഗ്. ദ ചോയ്സ് ഓഫ് ഓപ്പണിംഗ് എല്ലാ റോൾ പ്ലേയും ഒരുപോലെയല്ല തുടങ്ങേണ്ടത്. ഒരു റോബോട്ട് പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ദ ഇമ്പാക്ട് ഓഫ് ദ ചോയ്സ് ഓഫ് ഓപ്പണിംഗ് ടു ദ കോൺവെർസേഷൻ. അപ്പം ഓരോ തരത്തിലുള്ള റോൾ പ്ലേക്കും പല തരത്തിലുള്ള ഓപ്പണിംഗ് ആണ്. ഇപ്പം ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ചോദിക്കും ഹൗ ഇസ് യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അറിയാത്തൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നൊക്കെ പറയും. മാത്രമല്ല ഈ പാരഗ്രാഫ് ഒരു ബ്രിഡ്ജാണ്. നമ്മുടെ തുടക്കത്തിൽ നിന്നും ഫസ്റ്റ് ടാസ്കിലോട്ട് കയറാനുള്ള ഒരു ബ്രിഡ്ജാണ് ഈ പാരഗ്രാഫ്. അത് നല്ലതായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. You are the nurse practitioner at a community health center and run a support group for patients who wish to give up smoking. നമ്മൾ ആരാണെന്ന് മനസ്സിലായി. നമ്മൾ സ്മോക്കിംഗ് സെസേഷൻ ഓർഗനൈസ് ചെയ്യുന്ന ഒരു നേഴ്സാണ്. Your patient is a 40-year-old who is a new parent and has been smoking 20 cigarettes a day for the past 25 years. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്നു, നമുക്കറിയാത്തൊരു പേഷ്യൻ്റ് ആണ്. ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ വന്നേക്കുന്ന ഒരു പേഷ്യൻ്റ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ പേര് ചോദിക്കേണ്ട കാര്യമില്ല നേരത്തെ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ്, പേരിനെ പറ്റി കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. ക്യാൻ യു പ്ലീസ് കൺഫേം യുവർ നെയിം ഫോർ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് എന്ന് ചോദിച്ചാൽ മതി. അത് ഫിനിഷ്ഡ്. ഓക്കെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദാറ്റ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ചോദിക്കുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു പേഷ്യൻറ്റിനെ. ഹായ്, നമ്മൾ ആരാന്ന് പറയുന്നത്? ഐ എം ജോൺ. നമ്മൾ ആരാണ്? വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഹിയർ ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പോൾ നമുക്കറിയാത്ത പേഷ്യൻ്റ് ആണ്, ഇവരെ പറ്റി ഒരു ഡീറ്റെയിൽ നമുക്കില്ല. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പോൾ ഇയാൾ പറയും, പേഷ്യൻ്റ് പറയും, ഹായ്, ഐ നീഡ് സം ഹെൽപ്പ് ടു ക്വിറ്റ് മൈ സ്മോക്കിംഗ് ഹാബിറ്റ്സ്. അപ്പം നമ്മൾ പറയും, I will certainly assist you with that. അല്ലെങ്കിൽ നമുക്ക് പറയാം, I'll be glad to help you with that. You are at the right place. Simply പറയാം, I'll be happy to help you with that. Don't worry. എന്നിട്ട് പറയും. അപ്പോൾ അവിടെ ഒരു ബ്രിഡ്ജ് ആയല്ലോ, കണ്ടോ? അവിടെയാണ് നമുക്ക് ആ ക്രൈറ്റീരിയൻ വരുന്നത്. ചില ടാസ്കിൻ്റെ അതിലൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. ഫ്രം യുവർ റിപ്പോർട്ട്, ഒരു പേഷ്യൻ്റ് നമ്മളുടെ ഹോസ്പിറ്റൽ വാർഡിൽ അഡ്മിറ്റഡ് ആണ്. അയാൾക്ക് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ട് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരുടെ ഡിസ്ചാർജ് പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ ഓൾറെഡി പേഷ്യൻ്റെ പേര് അറിയാമല്ലോ, നമുക്ക് പേഷ്യൻ്റെ പേര് വെച്ച് പറയാം. ഹായ് ജോൺ, ഐ എം മൈക്കിൾ, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഹിയർ ഇൻ ദിസ് ഹോസ്പിറ്റൽ വാർഡ്. ഹൗ ആർ യു ഡൂയിങ് ടുഡേ? ഐ എം ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ പറയുന്നു, ഫ്രം യുവർ റിപ്പോർട്ട്സ് ഐ ക്യാൻ സീ ദാറ്റ് യു ഹാഡ് അണ്ടർഗോൺ എ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി 3 days ago. Is that correct? Yes. So today we are ready to discharge you. I'm going to discuss about your discharge plan. Is that fine? Yes. കണ്ടോ? അവിടെയാണ് നിങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയൻ വരുന്നത്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. അപ്പോൾ മനസ്സിലായോ സാധനം? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർവേഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടാസ്ക് അടുത്ത് തുടങ്ങാൻ പോവുകയാണ്. അടുത്ത നമ്പർ 1 ടാസ്ക്. നമ്പർ 1, find out as much as possible about the patient's smoking habit,
ക്വാണ്ടിറ്റി, പ്രോഡക്റ്റ് സ്മോക്ഡ്, റീസൺസ് ഫോർ വാണ്ടിങ് ടു ക്വിറ്റ്. ഇവിടെയാണ് നിങ്ങൾക്ക് അടുത്ത ഒരു ക്രൈറ്റീരിയൻ വരുന്നത്. എന്താണെന്ന് അറിയാമോ? ഇൻഫർമേഷൻ ഗ്യാതറിങ്. അതുകൊണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഒത്തിരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ അത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, റിലേറ്റഡ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. OET ലിസണിങ് ചെയ്താൽ നിങ്ങൾക്കറിയാം എല്ലാത്തിൻ്റെ അതിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡു യു ഹാവ് എനി മെഡിക്കൽ ഹിസ്റ്ററി, blah 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 blah, are you married, do you smoke, do you drink, are you allergic to any medicines. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കലാണ്. മിക്കവാറും ഉള്ള റോൾ പ്ലേക്കകത്തിലെല്ലാം നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. റോൾ പ്ലേ മനസ്സിലാക്കിയിട്ട് ചോദിക്കണം. പക്ഷേ ഇതിനകത്ത് ഓൾറെഡി ഉള്ള സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് ചോദിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ കാണുന്നു ഫൈൻഡ് ഔട്ട് ആസ് മച്ച് ആസ് അബൌട്ട് ദ പേഷ്യൻറ്റ് സ്മോക്കിംഗ് ഹാബിറ്റ്. നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഏജ് ചോദിക്കാം. മേ ഐ നോ യുവർ ഏജ്? ഓക്കെ. സെക്കൻഡ്, how long have you been smoking cigarettes? അപ്പോൾ തന്നെ നമുക്കവിടെ we are displaying our grammatical range. കണ്ടോ, ടെൻസസ് ഒക്കെ ആണ്. how long have you been smoking cigarettes? അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അതെവിടെയാണ് വരുന്നത്? ഇതൊക്കെ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്റലിജിബിലിറ്റി, ഫ്ലുവൻസി, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്, റിസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ. ഈ ക്രൈറ്റീരിയ നിങ്ങൾ കാണിക്കേണ്ടത്, സ്പ്രെഡ് ചെയ്തത് ഫുൾ റോൾ പ്ലേക്കകത്തേക്കൂടെയാണ് വരേണ്ടത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ പോയിന്റിലല്ല കാണിക്കേണ്ടത്. ഓക്കെ, അവിടെയാണ് ഗ്രാമറും എക്സ്പ്രഷനും ഫ്ലുവൻസിയും ഇന്റലിജിബിലിറ്റി എല്ലാം ത്രൂ ഔട്ട് വരണം, ഈ 4 ക്രൈറ്റീരിയ. ഓക്കെ, അപ്പം നമുക്ക് റിലേഷൻഷിപ്പ്, അപ്പോൾ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ഈ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ 4 ത്രൂ ഔട്ട് വരണം. അപ്പോൾ നമ്മൾ അടുത്ത ക്രൈറ്റീരിയ ആയിട്ട് വന്ന് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. കണ്ടോ, നമ്മൾ പറയുന്നതെല്ലാം നമ്മുടെ പുറകിലത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുകയാണ്. നമുക്ക് 9 ക്രൈറ്റീരിയ നമ്മുടെ സംസാരത്തിൽ വരണം, അതേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അല്ലാതെ ഇത് പറഞ്ഞ് മുഴിപ്പിക്കുകയല്ല നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഫൈൻഡ് ഔട്ട് ആസ് മച്ച് ആസ് പോസിബിൾ അബൌട്ട് പേഷ്യൻറ്റ് സ്മോക്കിംഗ് ഹാബിറ്റ്. അവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം ഹൗ ലോങ് ഹാവ് യു ബീൻ സ്മോക്കിംഗ് സിഗരറ്റ്സ്. അതിന് മുമ്പ് നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് യുവർ ഏജ്. ഹൗ ലോങ് ഹാവ് യു ബീൻ സ്മോക്കിംഗ് സിഗരറ്റ്സ്. അടുത്തത്, അപ്പോൾ അതെല്ലാം പേഷ്യൻ്റ് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത നമുക്ക് പ്രോഡക്റ്റ് സ്മോക്ഡ്, ഏത് പ്രോഡക്റ്റാണ് സ്മോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും വാട്ട് ടൈപ്പ് ഓഫ് സിഗരറ്റ്സ് ഡു യു സ്മോക്ക്. അപ്പോൾ ഇതിൻ്റെ അതിൽ പേഷ്യൻ്റ് പറയുന്നത് റോൾ യൂറോൺസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ പറ്റി പറയും. ഫൈൻ, മനസ്സിലാകുന്നുണ്ടോ? വാട്ട് ടൈപ്പ് ഓഫ് സിഗരറ്റ്സ്, വാട്ട് സിഗരറ്റ് ഡു യു സ്മോക്ക്, വാട്ട് പ്രോഡക്റ്റ് ഡു യു സ്മോക്ക് നമുക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ അടുത്തത് റീസൺസ് ഫോർ വാണ്ടിങ് ടു ക്വിറ്റ്. may I ask you why you want to quit at this particular point. എല്ലാം നല്ല പൊളൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറയും I become a parent now, I don't want my son to be affected from smoking. Okay, good. അപ്പോൾ അവിടേക്കാണ് നമുക്ക് അങ്ങനെയൊക്കെയുള്ളവർ വരുന്നത് നല്ലൊരു റെസ്പോൺസ് കൊടുക്കണം. I am happy to hear that, that's a good decision. You know about passive smoking. Even if you don't smoke, you can inhibit, you can inhale smoking, smoke from some other person and can have the same impact എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ഒരു ഇത് കൊടുക്കണം നമ്മുടെ സംസാരത്തിൻ്റെ അതിലോട്ട്. അപ്പോൾ മനസ്സിലായോ? നമ്മൾ ചോദിക്കുന്നു, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. May I know your age? I am 35. Okay. How long have you been smoking cigarettes? I've been smoking for the past 25 years. Okay, I understand, that's a long time. How many cigarettes do you smoke a day? I smoke 20 cigarettes a day. Okay. Next one. What product do you smoke? I smoke roll your own cigarette. Okay, great. May I know the reason why you want to quit at this particular point of time? Because my son, I became a parent recently. I don't want my smoking to have an impact on my child. That's a good thing. I really appreciate your decision because passive smoking is very dangerous, as you know. Okay, അപ്പോൾ നമുക്ക് കണ്ടോ, നല്ല അടിപൊളിയല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തു, നമ്മുടെ പൊളൈറ്റ് ആയിട്ട് എംപതി ഒക്കെ അവിടെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഗ്രേറ്റ്. അടുത്തത്, reassure the patient that you are able to help and offer suggestions, other pleasant things that could be introduced. Okay, ഇവിടെ റീഅഷുറൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് സ്മോക്കിംഗ് സിഗരറ്റ് നിർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ റീഅഷുറൻസ് കൊടുക്കുക. നമുക്ക് പറയാം I certainly understand your concern. You do not have to worry. If you just follow my instructions carefully and apply them,
you will be able to quit your smoking habit completely. Do you understand? കണ്ടോ, അവിടെ നമുക്ക് റീഅഷുറൻസ് എന്ന് പറഞ്ഞാൽ അത്രയുമേ ഉള്ളൂ. നമുക്ക് അവർക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്, റീഅഷുറൻസ് കൊടുക്കുകയാണ്, അവരുടെ ഡൗട്ട് മാറ്റി കൊടുക്കുകയാണ്, അവരുടെ പേടി മാറ്റി കൊടുക്കുകയാണ്. Don't worry, you will be able to quit your smoking habit completely if you just follow my instructions. I have helped so many patients here who had been in your shoes, അല്ലെങ്കിൽ who had been smoking for such a long time, like you. ഓക്കെ, അപ്പം നിങ്ങളെ പോലെ മറ്റ് പല പേഷ്യൻസിനെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവരുടെ സ്മോക്കിംഗ് നിർത്താൻ വേണ്ടി ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും നിർത്താൻ പറ്റും. അപ്പോൾ അതാണ് റീഅഷുറൻസ്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പം നമുക്കിവിടെ പറയാണ്, introduce some pleasant things that could be replaced with. Example, coiling a friend, good movies, delicious meals. ഈ coiling a friend എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചോദിക്കുക എന്താണ് കോയിലിംഗ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പം സിംപ്ലി മീൻസ്, അപ്പം ഇൻ്റലക്യൂട്ടർ പറഞ്ഞു തരും, ഒരു പേഷ്യൻറ്റ് ഒരു ഫ്രണ്ടുമായിട്ട് ചുമ്മാ കറങ്ങി നടക്കുക, ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി, മൈൻഡിനെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം നമുക്ക് പറയാം, you can try some of these suggestions. For example, whenever you want to smoke, instead of just sitting at home, you just go out, meet with one of your good friends and have a conversation, or if possible go for movies. Do you like movies? Yes, okay, you can go for movies, so you can deviate your mind. One another thing you can suggest, you can try is going to some good restaurants and trying out some good meals. What do you think about that? അപ്പോൾ ഇയാൾ പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നെ വീണ്ടും കൂടുതൽ സ്മോക്കിങ്ങിലേക്ക് നയിക്കുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പുള്ളി പറയുന്നത്, these things will even trigger my smoking. I will want to do more. ഓക്കെ, അപ്പം നമ്മൾ പറയും, ഓക്കെ, അവിടെയും റീഅഷുറൻസ് കൊടുക്കണം. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്, ഡെഫിനറ്റ്ലി, ഡോണ്ട് വറി, വി ക്യാൻ ട്രൈ സംതിങ് എൽസ്. ഓക്കെ, സോ വീണ്ടും നമുക്ക് ഇൻഫർമേഷൻ ഗ്യാതറിങ് വീണ്ടും അവിടെ ചെയ്യാം. സോ ഹാവ് യു ട്രൈ ടു ക്വിറ്റ് യുവർ സ്മോക്കിംഗ് ബിഫോർ? വീണ്ടും ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പുള്ളിക്കാരൻ പറയും, യെസ് ഐ ട്രൈഡ് മെനി ടൈംസ് ബട്ട് ഐ ഫെയിൽ മിസറബിളി. സോ അപ്പം നമുക്ക് വീണ്ടും ചോദിക്കാം, so what exactly happened? I would stop for a week or two, then somehow I want to go back and I just fail and I just start again. Okay, I understand, don't worry, this time you will be able to do it a better job. കണ്ടോ, അവിടെ എല്ലാം നമുക്ക് ഇൻഫർമേഷൻ ഗ്യാതറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമുക്ക് തന്നിരിക്കുന്ന അടുത്തത് ടാസ്ക്, സജസ്റ്റ് പ്രോഡക്ട്സ് ടു സപ്പോർട്ട് ഗിവിംഗ് അപ്പ് സ്മോക്കിംഗ്. ചാബിക്സ് ടാബ്ലറ്റ്സ്. എന്തോ ചാമ്പിക്സ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയത്തില്ല, എന്തോ ചാമ്പിക്സ് ടാബ്ലറ്റ് എന്ന് ഉദ്ദേശിക്കുക. അവിടെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്, റെഡ്യൂസ് ക്രേവിങ്സ്, ബ്ലോക്ക് റിവാർഡിംഗ് എഫക്ട്സ് ഓഫ് സിഗരറ്റ്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നല്ലതായിട്ട് പറയണം, ചുമ്മാ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരാ, നമ്മൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. ചാമ്പിക്സ് ടാബ്ലറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്മോക്കിങ്ങിൻ്റെ ക്രേവിങ്, സ്മോക്ക് ചെയ്യാനുള്ള ക്രേവിങ് കുറയ്ക്കുന്നു. റിവാർഡിംഗ് എഫക്ട്സ് ഓഫ് സ്മോക്കിങ്, നമുക്ക് ആ പ്ലഷർ കിട്ടത്തില്ല, ഈ ടാബ്ലറ്റ് കഴിയുമ്പോൾ അതിൻ്റെ പ്ലഷറിനെ അത് അഫക്റ്റ് ചെയ്യും. അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ചുമ്മാ ഇതങ്ങ് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് പറയില്ല. അവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് പോകുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാരഫ്രൈസ് ചെയ്യണം, സ്വന്തം വാക്കിലാക്കി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് വേണം. അല്ലാതെ നിങ്ങൾ ഇതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ അതാണ്ടാണ് പൊട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അടുത്തത് ഇലക്ട്രോണിക് സിഗരറ്റ്സ്. ഇലക്ട്രോണിക് സിഗരറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു, ക്രേവിങ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു വിതൗട്ട് ഡാമേജിങ് എഫക്ട്സ് ഓഫ് സ്മോക്കിംഗ്. ഇലക്ട്രോണിക് സിഗരറ്റ്സ് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആസ് എ നഴ്സ് യു ഷുഡ് നോ. ഇലക്ട്രോണിക് സിഗരറ്റ്സ് റെഗുലർ സിഗരറ്റ് പോലെയല്ല. അതേപോലെയുള്ളൊരു ക്രേവിംഗ് ഒക്കെ നമുക്ക് ആ ഒരു പ്ലഷർ കിട്ടും, പക്ഷേങ്കിൽ ഡാമേജിങ് അല്ല. യൂഷ്വലി ഉള്ള സിഗരറ്റ് പോലെ ഡാമേജിങ് അല്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദിസ്. അപ്പം ഇവിടെയാണ് വേറെ ഒരു ക്രൈറ്റീരിയൻ വരുന്നത്. ഏതാണ്? സ്ട്രക്ചർ, പ്രൊവൈഡിങ് സ്ട്രക്ചർ. മാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ വേറൊരു ക്രൈറ്റീരിയൻ cover ചെയ്തു ഓൾറെഡി. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോപ്പറേറ്റിംഗ് ദ പേഷ്യൻസ് പെർസ്പെക്റ്റീവ്, ദ ഇമ്പാക്ട് ഓഫ് ഹൗ ഫുള്ളി യു ഇൻവോൾവ് ദ പേഷ്യൻറ്റ് ഇൻ ദ കോൺവെർസേഷൻ. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് പേഷ്യൻറ്റിനോട് ചോദിച്ചത്, വാട്ട് ഹാവ് യു എവർ ട്രൈഡ് ടു ക്വിറ്റ്? ഓക്കെ, ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു എന്ന് പേഷ്യൻറ്റ് പറഞ്ഞു. ഐ ട്രൈഡ് മെനി ടൈംസ് ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു വിൻ. അപ്പം നമ്മൾ ചോദിക്കുന്നു, വാട്ട് ഹാപ്പൻഡ്? അപ്പോൾ പേഷ്യൻറ്റ് പറയുന്നു, ഞാൻ 2 ആഴ്ച ഐ ട്രൈഡ് ഫോർ ഫ്യൂ ഡേയ്സ്, then I could not help but to go back. അപ്പം ഈ പേഷ്യൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് എന്ത് നടക്കുന്നു? പേഷ്യൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ്
നമ്മൾ അവിടെ ഇൻവോൾവ് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നമുക്കൊരു ക്രൈറ്റീരിയൻ കിട്ടി. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോപ്പറേറ്റിംഗ് പേഷ്യൻസ് പെർസ്പെക്റ്റീവ്. ഫുള്ളി അവരെ പേഷ്യൻറ്റിനെ ഇൻവോൾവ് ചെയ്യുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചുമ്മാ ഒരു റേഡിയോ പോലെ പറഞ്ഞിരുന്നാൽ OET റോൾപ്ലേക്ക് മാർക്ക് കിട്ടത്തില്ല. പേഷ്യൻറ്റിനെ കൂടുതൽ സംസാരിപ്പിക്കണം, ഇൻവോൾവ്മെൻറ്റ് വേണം. നമ്മൾ ഒത്തിരിയും സംസാരിക്കില്ല, ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഷോർട്ടായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക. ആ ക്രൈറ്റീരിയൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റിലേഷൻഷിപ്പ് ബിൽഡിംഗ് വന്നു, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോപ്പറേറ്റിംഗ് പേഷ്യൻസ് പെർസ്പെക്റ്റീവ് വന്നു, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വരുന്നതാണ് പ്രൊവൈഡിങ് സ്ട്രക്ചർ. പ്രൊവൈഡിങ് സ്ട്രക്ചറിൻ്റെ അതിലാണ് the impact of how you organize information and provide and introduce new topics for discussion. അപ്പോൾ പുതിയ ടോപ്പിക്സ് ഇവിടെയാണ് നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ ആണ് പ്രൊവൈഡിങ് സ്ട്രക്ചർ. നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്യണം നമ്മുടെ ഇത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും പറയാനുള്ളതാണ്, ആ ടാസ്ക് തന്നിരിക്കുന്നതിൻ്റെ ആ ഫോർമാറ്റ് ഫോളോ ചെയ്യുക. 1 2 3 4. അപ്പം നല്ലതായിട്ടൊരു സ്ട്രക്ചർ വരും. മാത്രമല്ല ന്യൂ ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം എങ്ങനെ നമുക്കൊരു ന്യൂ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ചാമ്പക്സ് ടാബ്ലറ്റ്സിൻ്റെയും ഇലക്ട്രോണിക് സിഗരറ്റിനെ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബൈ ദ വേ, ഡു യു നോ അബൌട്ട് ചാമ്പക്സ് ടാബ്ലറ്റ്സ്? കണ്ടോ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ബൈ ദ വേ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് നല്ലതായിട്ടൊരു ടോപ്പിക്ക് അവിടെ നല്ല സ്മൂത്തായിട്ട് കയറ്റാൻ പറ്റും. ബൈ ദ വേ, ഡു യു നോ അബൌട്ട് ചാമ്പക്സ് ടാബ്ലറ്റ്? കണ്ടോ, ചാമ്പക്സ് ടാബ്ലറ്റ് ഇതാണെന്ന് പറഞ്ഞെങ്കിൽ തുടങ്ങിയല്ല, നമ്മൾ ആ ടോപ്പിക്കിനെ ഇങ്ങോട്ട് ഇതിലോട്ട് കയറ്റിയത് കണ്ടോ. ചാമ്പക്സ് ടാബ്ലറ്റ് ഹെൽപ്പ് ടു റിഡ്യൂസ് ക്രേവിംഗ്, ബ്ലോക്കിംഗ് റിവാർഡ് എന്ന് പറഞ്ഞാൽ പൊട്ടത്തെറ്റാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. By the way, do you know about, അല്ലെങ്കിൽ have you heard about, are you aware of Chambix tablets? Patient will write, no. Okay, these tablets are very helpful in reducing your cravings towards cigarettes. Also, when you eat this tablet, it will block your rewarding effects. You will not get pleasure from smoking. So this can be really helpful in your case. കണ്ടോ, സാധനം നല്ലതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടോ. അപ്പോൾ അത് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്പ് മനസ്സിലായി. ബൈ ദ വേ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടോപ്പിക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബൈ ദ വേ, ഡു യു നോ അബൌട്ട് ദിസ്? ബൈ ദ വേ, ഡു യു നോ അബൌട്ട് ദിസ്? ബൈ ദ വേ, കണ്ടോ മനസ്സിലായി. ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ്? ബൈ ദ വേ, ഡു യു നോ അബൌട്ട് Chambix tablets? Chambix tablets are very helpful in helping you to stop smoking. They will reduce your cravings toward smoking. It will block your rewarding effects, means it will affect your brain in a good way. When you smoke, you get some satisfaction. So that satisfaction won't be there anymore when you eat these tablets. അപ്പോൾ അടുത്തത്, do you know about electronic cigarettes? കണ്ടോ, പുതിയ ടോപ്പിക്. Do you know about electronic cigarettes? അപ്പോൾ അയാൾ പറയാം, എനിക്കറിയാം. ഓക്കെ, have you ever tried that? ഇപ്പോൾ എല്ലാ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്, ഫുള്ളി ഇൻവോൾവ് ചെയ്യാണ് പേഷ്യൻറ്റിനെ. അപ്പോൾ നമുക്ക് പറയാം, ഇലക്ട്രോണിക് സിഗരറ്റ്സ് ആർ ഓൾസോ ഹെൽപ്ഫുൾ. ഇൻസ്റ്റെഡ് ഓഫ് സഡൻലി quitting your smoking habit, you can switch to electronic cigarettes. So electronic cigarettes, it won't damage your health as much as the normal cigarettes do. And at the same time, you will get a satisfaction, some kind of satisfaction when you smoke electronic cigarettes. Okay? മനസ്സിലാകുന്നുണ്ടോ കൂട്ടുകാരെ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, കാരണം നിങ്ങൾ ഒത്തിരിയും ടൈം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. നമ്മളെല്ലാം ഓരോ ക്രൈറ്റീരിയൻ ഇങ്ങനെ കവർ ചെയ്ത് പോവുകയാണ്. ഓക്കെ, അടുത്തത്, recommend that you make a plan together. Help the patient identify triggers, rewards and benefits. Example, more money, fewer health problems. ഇവിടെയൊക്കെ തന്നിട്ടില്ല, ചിലതിൻ്റെ അതിലൊന്നും തരത്തില്ല ഈ എക്സാമ്പിളൊന്നും. അപ്പം നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കണം. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? സ്മോക്കിംഗ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ്, നമുക്ക് പൈസ ലാഭിക്കാം, ഹെൽത്ത് പ്രോബ്ലംസ് കുറയാം, ഇല്ലേ, ആ സ്മെല്ലൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് പറയാവുന്നതേ ഉള്ളൂ. അപ്പം അടുത്ത ഒരു പോയിന്റിലോട്ട് പോവുകയാണ്. അതും ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Mr. Michael, what we can do is that instead of you smoking suddenly, abruptly, you can switch over to Chambix tablets or electronic cigarettes, or both at the same time, and we have to fix a date where you can start this. Do you understand? കണ്ടോ, പുതിയൊരു സാധനം തന്നെ കണ്ടോ, അവിടെയും ആ ഒരു സ്ട്രക്ചറാണത്. പുതിയൊരു ടോപ്പിക്കാണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അടുത്ത ഇവിടെ വരുന്നത്, ഹെൽപ്പ് ദ പേഷ്യൻറ്റ് ഐഡൻറ്റിഫൈ ട്രിഗേഴ്സ്. അപ്പം you should be able to understand what things are causing you to go towards smoking, and you can avoid those things. Okay, if you sometimes, or some people when they feel depressed, when they are sitting alone, so you have to avoid all those situations. Secondly,
this is very important. You should be motivated. ഇവിടെ പറയുന്നത് റിവാർഡ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ട്രിഗേഴ്സ് മനസ്സിലായി, റിവാർഡ്സ് ആൻഡ് ബെനിഫിറ്റ്സ്. There are so many good things. If you stop smoking, it will help you in a lot of ways. For example, you can save a lot of money. Cigarettes are expensive. When you are buying cigarette, you are losing money. Secondly, health problems. You can avoid a lot of health problems. Usually smoking cigarettes for a long time can lead to cancer and dangerous situations, so you can avoid all those things. And another thing is, it is good for your baby. As you know, passive smoking is dangerous. And finally, you can smell better. Okay, so these things you should keep in your mind, and this should help you to accomplish your goals. So every time you think about why you stopped, because of these things, keep these things in your mind. Do you understand? അപ്പം ഈ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത്. അപ്പോൾ എന്നിട്ട് ആ ഗോളിലേക്ക് വർക്ക് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം പേഷ്യൻ്റെയും കൂടെ സംസാരിക്കണം, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയുമായി. അടുത്ത ടാസ്ക്, ഹെൽപ്പ് ഫിക്സ് എ ഡേറ്റ് ടു ഗിവ് അപ്പ്. അപ്പോൾ നമുക്കൊരു ഡേറ്റ് കൊടുക്കാം. ഓക്കെ മിസ്റ്റർ മൈക്കിൾ, സോ ലെറ്റ്സ് ഫിക്സ് എ ഡേറ്റ്. ക്യാൻ യു സ്റ്റാർട്ട് ടുമോറോ? Simple, right? Can you start tomorrow? Okay, appa patient varayum, okay, tomorrow is a good day. That's great. Prescribe the Chambix and suggest the patient to buy and prepare electronic cigarettes before agreeing to quit. Okay, that's great. I will give you prescription to buy Chambix tablets. Also, you can buy electronic cigarettes. Those are available from any pharmacies you can buy. And you can come with that tomorrow morning, and we can start our section. Do you understand? അടിപൊളി അല്ലേ? ഓക്കെ, ലാസ്റ്റ് വൺ. അപ്പോൾ പേഷ്യൻ്റ് ചോദിക്കുന്നു, എനിക്ക് സപ്പോർട്ടൊക്കെ കിട്ടുമോ? വിൽ ഐ ബി ഏബിൾ ടു ഡു ദിസ്? അപ്പം നമുക്ക് അവിടെയും ഒരു റീഅഷ്യൂറൻസ് കൊടുക്കാം. ഷുവർ മൈക്കിൾ, യു ഡോണ്ട് വറി, ഐ വിൽ വർക്ക് വിത്ത് യു, ആൻഡ് ഈവൻ ആഫ്റ്റർ the sections are over, I'll make sure that I keep in touch with you and give you proper support. Okay, I see that you I'll make sure that you quit completely this time. Is that fine? Yes. അപ്പോൾ നമ്മുടെ ടാസ്ക് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം, ഡു യു ഹാവ് എനി അതർ കൺസേൺസ്? എല്ലാ പ്രാവശ്യം ചോദിക്കുക. ചിലപ്പോൾ നമുക്കറിയത്തില്ലല്ലോ അവരുടെ കയ്യിലുള്ള റോൾ പ്ലേ കാർഡ്. അപ്പം നമുക്ക് ഇത്രയും ചെയ്തതിൻ്റെ അതിൽ നമ്മൾ എന്തെല്ലാം ക്രൈറ്റീരിയ വന്നു? ഓവറോൾ ഗ്രാമാറ്റിക്കലി, ലിംഗ്വിസ്റ്റിക് നോക്കി, ഇൻ്റലിജിബിലിറ്റി, ഫ്ലുവൻസി, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്, റിസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ ഓൾറെഡി വന്നിരിക്കണം ത്രൂ ഔട്ട് ദ സ്ട്രെച്ച്. 4 ക്രൈറ്റീരിയൻ മസ്റ്റാണ്. അപ്പം ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയക്കകത്തിൽ നമ്മൾ വന്ന റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ അത് ചെയ്തു നല്ലതായിട്ട്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോപ്പറേറ്റിംഗ് പേഷ്യൻസ് പെർസ്പെക്റ്റീവ് നമ്മൾ ചെയ്തു. നമ്മൾ അതുകൊണ്ടാണ് ഒത്തിരിയും ക്വസ്റ്റ്യൻസ് പേഷ്യൻറ്റിനോട് ചോദിച്ചത്. എന്തൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് നിർത്താൻ പറ്റിയില്ല, എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും തുടങ്ങി എന്നൊക്കെ ചോദിച്ചു. പേഷ്യൻറ്റിനെ ഫുള്ളി ഇൻവോൾവ് ചെയ്തു. അടുത്തത് പ്രൊവൈഡിങ് സ്ട്രക്ചർ, നമ്മൾ നല്ലതായിട്ട് സ്ട്രക്ചർ കൊടുത്തു. അബ്രപ്റ്റ്ലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറ്റി പറയുകയല്ലായിരുന്നു. പുതിയ ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, നിങ്ങളത് കണ്ടു. ഇൻഫർമേഷൻ ഗ്യാതറിങ് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഫൈനലായിട്ടുള്ളത് ഇൻഫർമേഷൻ ഗിവിങ്ങിൻ്റെ അതിൽ the impact of how you provide the information and check whether this information is being understood or not by your listener. അപ്പം നമ്മൾ ഇൻഫർമേഷൻ ഗിവിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ത്രൂ ഔട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഈ ടാബ്ലറ്റ്, ചാമ്പിക്സ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ക്രേവിങ്സ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ബ്ലോക്കിംഗ് റിവാർഡ്സിനെ ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നു. ഇലക്ട്രോണിക് സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണം ഇതാണ്. നാളെ മോർണിംഗിൽ നിങ്ങൾ വരണം, ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മെഡിസിൻ അത് മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇതെല്ലാം ഇൻഫർമേഷൻ ഗിവിംഗ് ആണ്, മനസ്സിലായോ? അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഇത്രയും ക്രൈറ്റീരിയ അതിൻ്റെ അകത്ത് വന്നു. അപ്പം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളിങ്ങനെ ചെയ്താൽ അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും. അപ്പം നമ്മൾ ഫൈനലി വീണ്ടും ഒന്നുകൂടെ ഈ സമ്മറൈസ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടൊരു സാധനം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ടൈം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അവിടെ നമുക്ക് ഒന്നും കൂടെ ഇൻഫർമേഷൻ ഗിവിംഗ് ഒക്കെ ഒരു ക്രൈറ്റീരിയ നമുക്ക് ഫുൾഫിൽ ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഡു യു ഹാവ് എനി അതർ കൺസേൺസ്? ഇല്ല എന്നുള്ള പറയുന്നെങ്കിൽ നമ്മൾ മുമ്പോട്ട് വന്നു, നമ്മൾ സമ്മറൈസ് ചെയ്യുന്നു. ഒരു സമ്മറി ഒരു 30 seconds മതി. ടു സമ്മറൈസ് അവർ കോൺവെർസേഷൻ, യു ആർ ഹിയർ സീക്കിംഗ് അഡ്വൈസ് ആൻഡ് ഹെൽപ്പ് ടു സീസ് യുവർ ലോങ് ടേം സ്മോക്കിംഗ് ഹാബിറ്റ്.
We have discussed about the triggering figures, the things that we can do to stop smoking completely. Please note, you will be able to quit your smoking habit completely this time if you just stick with the plan and follow my instructions carefully. Okay, remember about Chambix tablets and electronic cigarettes. You can please buy them and come tomorrow to our community center, health center, and we can start your session tomorrow morning. Okay, please remember the benefits of completely quitting smoking. So keep that in your mind so that it will motivate you to go till the end. Okay, so I will see you in the morning tomorrow, and it was nice talking to you. Take care. Bye bye. അപ്പോൾ ഇതാണ് ഒരു റോൾ പ്ലേ. നിങ്ങൾക്കിത് മനസ്സിലായോ, ഗുണം ചെയ്തോ എന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ കമൻറ്റ് സെക്ഷനിൽ എഴുതുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ യൂഷ്വലി സ്പീക്കിങ്ങിൽ, അതോ നിങ്ങൾ ചുമ്മാ സംസാരിച്ച് പോവുകയാണോ? നിങ്ങൾക്ക് എന്തെല്ലാം പുതിയതായിട്ട് മനസ്സിലായി ഈ ക്ലാസ്സിൽ കൂടി എന്ന് ദയവായിട്ട് എഴുതുക. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടാകും ഇത് വായിക്കാനും മനസ്സിലാക്കാനും. നിങ്ങളുടെ ഫുള്ളി ഒരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ പുതിയ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സന്തോഷം തോന്നും. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക. നിങ്ങൾക്ക് ഏതിലാണ് OET-ക്കകത്തിലൊക്കെ ഏത് സെക്ഷൻ്റെ ബുദ്ധിമുട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വീഡിയോകൾ അത് നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഒരു ലൈക്ക് ഒക്കെ ചെയ്യുമല്ലോ അല്ലേ, കമൻറ്റ്സ് എഴുതുക, ലൈക്സ് എഴുതുക, നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള കൂട്ടുകാരിലൊക്കെ ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, അതൊന്നും മറക്കല്ല കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി. അപ്പം ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റണം. 5 മിനിറ്റ്സ് ഒരിക്കലും കുറഞ്ഞ പോലെ കൂടിയാൽ കുഴപ്പമില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ഈ 2 റോൾ പ്ലേയുടെ സൈഡും നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുക. കേൾക്കുമ്പം മാർക്ക് ഇടുക. 9 ക്രൈറ്റീരിയ എഴുതി വെക്കണം ഒരു പേപ്പറിൽ. എന്നിട്ട് ഓരോ പ്രാവശ്യം റോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഇടണം. 9 ക്രൈറ്റീരിയ വരുന്നുണ്ടോ, വരുന്നില്ല എങ്കിൽ നിങ്ങൾ നോക്കുക അതിന് എത്രയായിരിക്കും നിങ്ങളുടെ മാർക്ക്. അപ്പോൾ ആ മാർക്ക് കൂട്ടിക്കൊണ്ട് വരിക. ഓരോ സമയം ക്രൈറ്റീരിയ വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇൻഫർമേഷൻ ഗ്യാതറിങ്, ഇൻഫർമേഷൻ ഗിവിങ്, ഇൻട്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒറ്റയടിക്ക് തന്നെ പാസ്സാകാൻ കഴിയും നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത്. അപ്പം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ കാണാം. സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. ടേക്ക് കെയർ. ബൈ ബൈ.